ഹരി ഓം. ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 21-ാമത്തെ 2-ാം അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം മുതൽ 2-ാം അധ്യായമാണ് കേട്ടോ. ഭൂതാനാമിഹ സംവാസ പ്രപായാമിവ സുവ്രതേ ദൈവേനൈകത്ര നീതാനാം ഉന്നീതാനാം സ്വകർമ്മഭിः. മരിച്ചവന് സദ്ഗതി ലഭിച്ചാലും, അതായത് സ്വകർമ്മങ്ങളെ സ്വന്തം കർമ്മങ്ങൾ ചെയ്തതനുസരിച്ച് നമ്മളുടെ ഒരു ബന്ധു നശിച്ചില്ലയോ എന്ന് ചിന്തിച്ച് ഖേദിക്കേണ്ട എന്ന് പറഞ്ഞു വരുന്ന. എന്തുകൊണ്ടെന്നാൽ പ്രാണികളെ തമ്മിൽ ദൈവം യോജിപ്പിക്കുകയും പിരിക്കുകയും ചെയ്യുന്ന അവരവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അതുകൊണ്ട് അത് എങ്ങനെയാണ് ഉദാഹരണം പറയാം. ഒരു സ്ഥലത്ത് തണുപ്പിന് നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് നമ്മൾ തണ്ണീർ പന്തൽ ഇടുമല്ലോ, വിശ്രമ കേന്ദ്രം. അവിടെ വന്നു ചേർന്ന് പിരിഞ്ഞു പോകുന്നത് പോലെ, ഒരു വിശ്രമ കേന്ദ്രത്തിൽ കുറച്ച് നേരം ഇരിക്കും, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് പോലെ ഇഹലോകത്തിലെ ചേർച്ചയ്ക്കും വേർപാടിനും ഒന്നും ഒരു സ്ഥിരതയില്ല. ഈ ലോകത്തിൽ ഒരാളുമായിട്ട് നമുക്ക് ചേർന്ന് പോകുന്നത് പോലെ, അതായത് നമ്മൾ അച്ഛൻ മകൻ അമ്മ മകൾ എന്നൊക്കെയുള്ള ബന്ധം അത് ഇതുപോലെയാണെന്ന്. ഏതുപോലെ ഒരു സത്രത്തിൽ ഒന്നിച്ച് കൂടി ഇരുന്ന് പിറ്റേ ദിവസം പിരിഞ്ഞു പോകും പലരും. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ പറയും, നമ്മൾ അവരുടെ കേൾക്കും, അവർ കേൾക്കും. ഇതൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം അവർ പോകും. ആ ഉറപ്പാണ്, അങ്ങനെ പോകും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയുക. അതുപോലെ ആ ചേർച്ച പോലെ ഉള്ളതെന്ന്. ഈ ലോകത്തിലെ ചേർച്ചകളൊക്കെ ഒരിക്കൽ പിരിയും, അത് ഉറപ്പാണ്. ഇതിൽ സന്തോഷവും സങ്കടവും കൂടാതെ ഇരിക്കണം. വ്രതാദികളിൽ അന്ധകരണ ശുദ്ധിയുള്ള അമ്മയ്ക്ക് അറിയാത്തതല്ലോ എന്ന് പറയുക. നിത്യാത്മാവ്യയശുദ്ധ സർവകാര ഹിരണ്യകശിപു മരിച്ച ദുഃഖത്തിലിരിക്കുന്ന അമ്മയോട് ഹിരണ്യാക്ഷൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന അമ്മയോട് ഹിരണ്യകശിപു പറയുന്നതാണ്. വളരെ ചിന്തകൾ തന്നെ അദ്ദേഹം പറയുന്നത് ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ. നിത്യ ആത്മാവേയ ശുദ്ധക സർവക സർവവിത്പരക ധത്തേ സാവാത്മനോലിംഗം മായയാ വിസർജൻ ഗുണാൻ. നിത്യമായിട്ടുള്ളവൻ, അതായത് എന്താ നിത്യം എന്നുള്ളത് നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും അവിടെ ഉണ്ട്. അത് ഇനി മരണമില്ലാത്ത, ക്ഷയമില്ലാത്ത എന്നാ നിത്യ. അവ്യയം, ഒരു പക്ഷത്തിലും ചേരാത്തവൻ അവ്യയൻ. ശുദ്ധൻ, എല്ലാ ദിക്കിലും ഉള്ളവൻ. സർവ്വ ഉള്ളവൻ. സർവവിത്ത്, സർവവും അറിയുന്നവൻ, മനസ്സിലാക്കുന്നവൻ. പരഹ, ദേഹത്തിൽ നിന്ന് വിട്ടിരിക്കുന്നവൻ. തൻ്റെ ദേഹം ശരീരമാണ് ഞാനെന്ന് ഓർമ്മയില്ലാത്തവൻ. ആത്മാവിൻ്റെ അവിദ്യയാൽ, മായ എന്ന് പറഞ്ഞാൽ അവിദ്യ. ഇതൊക്കെ നമ്മൾ ഈ കാണുന്നതൊക്കെ മായയാണ്, അതൊന്നും ഉള്ളതല്ല എന്നാണ് പറയുന്നത്. ആ ഗുണകാര്യങ്ങളായ ശരീരങ്ങളെ വിശേഷേണ സൃഷ്ടിക്കുന്നവനായിട്ട് ഈ ശരീരത്തെ ധരിക്കുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതായത് ഈ ഒരു ശരീരത്തെ നമ്മൾ എടുത്തതേ ഉള്ളൂ, പോയത് ഒന്നും നമ്മളല്ല, നമ്മൾ ആത്മാവാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. യഥാ അംബസാ പ്രചലത തരവോപിചലായിവ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യതേ ചലതീവ ഭോഹോ. പ്രചലത, എപ്പോഴും ചലിക്കുന്നതായ അംബസ, ജലം നിമിത്തം. വൃക്ഷങ്ങളും ചലിക്കുന്ന, വൃക്ഷങ്ങളുടെ നിഴൽ നമ്മൾ വെള്ളത്തിൽ നോക്കിയാൽ, വെള്ളത്തിനകത്തോട്ടൊരു കല്ലിട്ടിട്ട് വെള്ളത്തിലോട്ട് നോക്കിയാൽ അതിൻ്റെ അരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെയൊക്കെ ഛായ നമുക്ക് ആ വെള്ളത്തിൽ കാണാം. അപ്പോൾ ആ വെള്ളം ചലിക്കുമ്പോൾ എന്താ തോന്നുന്നത്? വൃക്ഷങ്ങൾ ചലിക്കുന്നുണ്ട്. സത്യത്തിൽ വൃക്ഷങ്ങൾ ചലിക്കുന്നുണ്ടോ? ചില്ലകൾ ചലിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് തോന്നുന്നു. അതാണ് ഭ്രമിച്ചിരിക്കുന്നത്. അത് ശരിയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്ന് നമ്മൾ ചോദിക്കും. അത് നേത്ര നിമിത്തം ഭൂമി ചലിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം കാണപ്പെടുന്നു. ഭൂമി ചലിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഏവം ഗുണൈർഭ്രാമ്യമാണേ മനസ്സി അവികല. ഏവം ഗുണൈർ ഭ്രാമ്യമാണേ മനസ്സി അവികല പുമാൻ യാതി തത് സാമ്യതാം ഭദ്രേ ഹി അലിംഗോ ലിംഗവാനിവ. ഇങ്ങനെ ഗുണങ്ങളാൽ മനസ്സ് ഭ്രാമ്യമാണ്, ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവികല,
പരിപൂർണനായ മനുഷ്യൻ, ജീവൻ, പുരുഷൻ എന്നൊക്കെ പറയുന്നത്. ഭദ്രേ അല്ലയോ ശുഭേ, അമ്മയോട് പറയുന്നതായതുകൊണ്ടാണ് ഭദ്രേ എന്ന് വിളിച്ചിരിക്കുന്നത്. തത്സാമ്യത മനസ്സമാനതയെ യാതി പ്രാപിക്കുന്നു. മനസ്സിൻ്റെ ഞാൻ ജീവൻ അല്ല, ഞാൻ ഈ ശരീരമാണ് എന്നുള്ളത് ചിന്തിക്കുന്നു. ഇവ ദേഹമുള്ളവനെന്ന് തോന്നുന്നു. ഞാൻ ലിംഗവാൻ, ഈ ദേഹമുള്ളവനാണെന്ന് ആ മനസ്സിൽ നമുക്ക് തോന്നിക്കുന്നതാണ്. തത്വചിന്തകളാണ്, നമുക്ക് വലിയ വിഷയമല്ല, നമുക്ക് വായിച്ചു പോയാൽ മതി. ഏഷാത്മവിപര്യാസോ ഹി ഹലിംഗേ ലിംഗഭാവന ഏഷ പ്രിയ അപ്രിയ യോഗോ വിയോഗ കർമ്മ സംസ്കൃതി. അലിംഗേ ശരീരം ബന്ധമില്ലാത്തവൻ, ലിംഗഭാവന ശരീര സംബന്ധമുണ്ടെന്നുള്ള ഭാവനയെ യാതൊന്നാണോ. ഏഷ ഇത് ആത്മവിപര്യാസോ ആത്മാവിനെ തെറ്റിദ്ധരിക്കുന്നതാകുന്നു. പ്രിയങ്ങളോടും അപ്രിയങ്ങളോടും ചേർച്ചയും വിയോഗവും വേർപാടും കർമ്മവും പോക്കുവരവും എല്ലാം ഉണ്ട്. ശരീര സംബന്ധം ഇല്ലാത്ത അനന്തസ്വരൂപനായ, എപ്പോഴും ആനന്ദസ്വരൂപന, ശരീരമായിട്ട് ബന്ധമില്ല അതിന്. ആത്മാവ് ശരീര സംബന്ധമുള്ളവനാണെന്ന് ഭവിക്കുന്നത് ആണ് ഇതിനെല്ലാം കാരണം. ആത്മജ്ഞാനം എന്ന് പറയപ്പെടുന്നത് അതാണ്. എന്താ, ഞാൻ ശരീരമല്ല, ഈ ഞാനെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുന്നവനാണ്. ഇത് കൊണ്ടാണ് പ്രിയ വസ്തുക്കളുടെ വേർപാടും അപ്രിയ വസ്തുക്കളോട് സംയോഗവും പുണ്യപാപങ്ങളും സ്വർഗ നരകാദി ലോകങ്ങളിൽ പോക്കുവരവും ജനനവും മരണവും ആത്മാവിനുണ്ടെന്ന് വിചാരിക്കുന്നത്. ആത്മാവിന് ഇതൊന്നുമില്ല സത്യത്തിൽ, പക്ഷേ ഇതെല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കുന്നു. സംഭവശ്ച വിനാശശ്ച ശോകശ്ച വിവിധ സ്മൃതഃ അവിവേകശ്ച ചിന്താച വിവേകാ സ്മൃതിരേവ ച. സംഭവശ്ച വിനാശശ്ച, സംഭവിക്കുമ്പോഴും ഉണ്ടാകുമ്പോഴും ഇല്ലാതാകുമ്പോഴും. എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴും വിനാശം ഉണ്ടാകുമ്പോഴും നാശം ഉണ്ടാകുമ്പോഴും, എന്തിന്, ശരീരത്തിന് മരണം ഉണ്ടാകുമ്പോഴും, ബഹുവിധമായ ശോക, ദുഃഖം, വിവേകമില്ലായ്മ, വിചാരം, വിവേകത്തിന് അതങ്ങനെ സംഭവിക്കുന്നതേ ഉള്ളൂ. ജനനവും മരണവും ബഹുവിധ ദുഃഖങ്ങളും ആത്മാവിനെ തിരിച്ചറിയായ്മയും, ചിലപ്പോൾ തിരിച്ചറിവുണ്ടായാൽ തന്നെ ഉടൻ മറവിയും, പദാർത്ഥങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നിരന്തര വിചാരവും ഉണ്ടാകുന്നത് ഇത് നിമിത്തമാണ്, ഈ ചിന്ത നിമിത്തമാണ്. ഏത് ചിന്ത? എൻ്റെ ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുന്നതുകൊണ്ട്. ഞാൻ ആത്മാവാണ്, അതിനൊരു മാറ്റവും ഇല്ല, അതിന് ഒന്നും സംഭവിക്കുന്നുമില്ല, ദുഃഖവും സുഖമൊന്നും അതിനെ ബാധിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അത് ഈ എളുപ്പമൊന്നും അല്ല കേട്ടോ. ഈ കാര്യം ഇവിടെ ഇങ്ങനെ ഒരുപാട് ഭാഗവതത്തിൽ എനിക്ക് തോന്നുന്ന എല്ലാ അധ്യായങ്ങളിലും എല്ലാ സ്കന്ധങ്ങളിലും തന്നെ ഈ കാര്യം ഊന്നി പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രയോ പഠിച്ചു, എത്രയോ നാൾ കേട്ടു, പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് മായ. അത് മായയാണ്. നമുക്കൊന്നിനോടൊരു ഒട്ടൽ തോന്നുന്നത് നമുക്ക് വേണ്ട എന്ന് തോന്നിയാലും ഒട്ടിപ്പോകുന്നു. അതുകൊണ്ടാണത്. അത് മാറ്റിയെടുക്കണം ക്രമേണ എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഇദ്ദേഹം പറയുന്നത് അമ്മയോട് പറയുക, ഒരാൾ മരിച്ചതിന് ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പറയേണ്ട കാര്യം ഇവിടെ ഇല്ല സത്യത്തിൽ, കഥ പറയാനാണെങ്കിൽ. പക്ഷേ ഇത് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണേലും യുധിഷ്ഠിരനോട് കഥ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ഇതെല്ലാം ഇത് പറയണം. ഇതാണ് തത്വത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള കാര്യം. ശരീരം ഞാനാണ്, ഞാൻ ഈ ജന്മമെടുത്തു, ഈ ജന്മത്തിൽ എനിക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകും. ഉണ്ടാകുന്നതൊക്കെ എനിക്കാണ് എന്ന് തോന്നേണ്ട കാര്യമില്ല. എനിക്കാണെന്ന് തോന്നുമ്പോൾ ഞാൻ ശരീരത്തിനാണ് തോന്നുന്നത്. നമ്മുടെ ആത്മാവിന് ഒരു മാറ്റവും വരുത്താൻ സാധിക്കുന്നില്ല. കാരണം ആത്മാവ് എപ്പോഴും നേരത്തെ കൊണ്ട് ഇപ്പം നമ്മളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്, ഇനി ഉണ്ടാകുകയും ചെയ്യും. അതില്ലാതാകുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരം വിട്ടുപോകുമ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ, നമ്മൾ അറിയുന്നേ ഇല്ല. കാരണം മരണാനന്തര ജീവിതത്തിനെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോയെന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല. അത്രാപി ഉദാഹരന്തീമം ഇതിഹാസം പുരാതനം. അത്രാപി ഉദാഹരന്തീമം എന്നാക്കുക. എന്നിട്ട് ഇതിഹാസം പുരാതനം യമസ്യ പ്രേതബന്ധൂനാം സംവാദം തന്നിബോധത. അത്ര ഇതിൽ പുരാതനം ഇമം ഇതിഹാസം, ഇതിഹാസം പണ്ടുണ്ടായ ഒരു കഥയെ ഉദാഹരണമായിട്ട് പറയുന്നു. യമനും പ്രേതബന്ധൂന മരിച്ചവൻ്റെ ബന്ധുക്കളും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാകുന്നു. അതിനെ മനസ്സിലാക്കുവിൻ എന്ന് പറഞ്ഞിട്ട്
കഥ പറയുക. ഉഷി നരേഷു അഭൂത് രാജ. ഉഷി നരേഷു അഭൂത് രാജ. രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ. അഭൂത് ഉണ്ടായിരുന്നു. സുയജ്ഞ ഇതി വിശ്രുത സപ്തനൈർ നിഹതോ യുദ്ധേ ജ്ഞാതയസ്തം ഉപാസത. ജ്ഞാനയസ്തം ഉപാസതയായതാണ്. ഉഷി നരേഷു അഭൂത് രാജ, അങ്ങനെയാക്കണം. അതെ, ഉഷി നരേഷു അഭൂത് രാജ സുയജ്ഞ ഇതി വിശ്രുത സപത്നൈർ നിഹതോ യുദ്ധേ ജ്ഞാതയസ്തം ഉപാസത. ഉഷീനര എന്ന രാജ്യത്തിൽ സുയജ്ഞൻ എന്നു പേരായ വളരെ പ്രഗത്ഭനായ ഒരുപാട് കീർത്തി കേട്ട ഒരു രാജാവുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ വധിച്ചു. ആ ശവശരീരത്തിൻ്റെ 4 പാടും കർമ്മം ചെയ്യുവാൻ അധികാരമുള്ളവർ വന്ന് ഇരുന്നു. വിശീർണരത്നകവചം ബിഭ്രഷ്ടാഭരണസൃജം ശരനിർഭിന്നഹൃദയം ശയാനം അസൃഗാവിലം പ്രകീർണകേശം ധ്വസ്താക്ഷം രഭസാ ദഷ്ടദച്ഛദം രജകണ്ഠമുഖാംഭോജം ഛിന്നായുധഭുജം ഹൃദേ. വിശീർണ രത്നകവചത്തോടും ബിഭ്രഷ്ടാഭരണസൃജം വളരെയധികം വിശേഷപ്പെട്ട ഉണ്ടാക്കപ്പെട്ട ആഭരണങ്ങളോടും മാലയോടും ശരനിർഭിന്ന ഹൃദയ ശരത്താൽ അമ്പിനാൽ മുറിക്കപ്പെട്ട ഹൃദയത്തോടും അസൃഗാവിലം രക്തം ഇങ്ങനെ രത്നത്താൽ ചൂഴപ്പെട്ടതും പ്രകീർണകേശം ചിതറിയ തലമുടി പ്രകീർണകേശം ചിതറിയ തലമുടിയോടും ധ്വസ്താക്ഷം ഇങ്ങനെ മുറിഞ്ഞു ഒക്കെ ഇരിക്കുന്ന വല്ലാത്ത തരം രീതിയിലിരിക്കുന്ന ധ്വംസിക്കപ്പെട്ട കണ്ണുകളോടും രഭസ ക്രോധത്താൽ ദംശിക്കപ്പെട്ട ഓഷ്ടത്തോടും, ദേഷ്യം വന്നിട്ട് ചുണ്ട് കടിച്ച് പൊട്ടിച്ചിരിക്കുന്നു, ഓഷ്ടത്തോടും രജകുണ്ഠമുഖാംഭോജം. അതുപോലെ രജഹ എന്ന് പറഞ്ഞാൽ പൊടി കൊണ്ട് മുഖമൊക്കെ ഛേദിക്കപ്പെട്ട ആയുധത്തോടും നല്ല ഭംഗിയുള്ള മുഖത്തിൽ പൊടി ആവരണം ചെയ്തിരിക്കുന്നതും, പിന്നെ ഛിന്നായുധഭുജം ഛേദിക്കപ്പെട്ട ആയുധത്തോടും കൈകളോടും കൂടിയവനും യുദ്ധക്കളത്തിൽ കിടക്കുകയായിരുന്നു. ആ യുദ്ധക്കളത്തിലാണ് ഇതിന് കർമ്മം ചെയ്യാൻ വന്നിരുന്നവർ ഇരുന്നത്. അത്രയേ ഉള്ളൂ. ഉഷി നരേന്ദ്രം വിധിനാ തഥാകൃതം പതിം മഹിഷ്യ പ്രസമീക്ഷ്യ ദുഃഖിത കഥാസ്മനാഥേതി ഗുരൈരുരോ ഭൃശം ഘ്നന്ത്യോ മുഹുസ്തത് പതയോരുപാപതൻ ആപതൻ കേട്ടോ. ആപതൻ എന്നാണ് വാക്ക്. പതയോരുപ ആപതൻ മുഹുസ്തത് പാതയോരുപ ആപതൻ. പാതയോർ ഉപ എന്ന് പറഞ്ഞ സമീപത്തിൽ, പാതയോ ആ പാദങ്ങളുടെ പാതയ ഉപ ആപതൻ 4 ഭാഗത്തും പതിച്ചു. എല്ലായിടത്തും വീണ്ടും പതിച്ചു. ആപതൻ പതിച്ചു. പ്രാരബ്ധത്താൽ അങ്ങനെ അപ്രകാരമാക്കപ്പെട്ടിരിക്കുന്ന ആ ഉഷീനര രാജാവായിരിക്കുന്ന ഭർത്താവിനെ കണ്ടിട്ട് ഈക്ഷ്യ കണ്ടിട്ട് ഭാര്യമാർ മഹിഷ്യഹ, അത് ഒരാളല്ല, മഹിഷ്യ എന്നല്ല മഹിഷ്യഹ. അപ്പം പല ഭാര്യമാരുണ്ട്. രാജഭാര്യമാർ ദുഃഖിക്കുന്നവരായിട്ട് നാഥ ഭർത്താവേ ഹതാസ്മ ഇതി, ഞങ്ങൾ ഹനിക്കപ്പെട്ടവരായി എന്ന് കൈകൊണ്ട് കൈ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് എന്നാണ് അർത്ഥം. ഭൃശം ഏറ്റവും താടിക്കുന്നവരായിട്ട് പാദത്തിൻ്റെ ഭാഗത്ത് അവർ ഇങ്ങനെ അടുത്ത് സമീപത്തിൽ, അതാ മുഹുസ്തത് പാതയോരു ആപതൻ, അവിടെ പതിച്ചു നിലത്ത്. രുദത്യ ഉച്ചൈർദൈതാംഘ്രിപങ്കജം സിഞ്ചന്ത്യ ആശ്രൈ കുജ കുങ്കുമാരുണൈ വിസ്രസ്തകേശാഭരണാശുചം നൃണാം സൃജന്ത്യ ആക്രന്ദനയാ വിലേപിരേ. രുദത്യ ഉച്ചത്തിൽ ജ്യോതിക്കുന്നവരും കുജ കുങ്കുമാരുണൈഹി കുജത്തിൽ കുങ്കുമം കൊണ്ട് നിറം ഭേദം വന്നിട്ടുള്ള ചുമന്ന നിറമായവർ ആശ്രയി നേത്രജലങ്ങളാൽ ദൈതാംഘ്രി പങ്കജം തൻ്റെ ഭർത്താവിൻ്റെ പാദങ്ങളെ സിഞ്ചന്ത്യ നനയ്ക്കുന്നവരും
കണ്ണുനീര് കൊണ്ട്. വിസ്രസ്ത കേശാഭരണം, അതുപോലെ തന്നെ അഴിഞ്ഞ മുടിയോടും ആഭരണങ്ങളോടും കൂടിയവരും ജനങ്ങൾക്ക് ശുചം സൃജന്തി, ദുഃഖത്തെ ജനിപ്പിക്കുന്നവരുമായിട്ട് ആക്രന്ദനയ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വിലപിച്ചു അവർ. അതൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയാനില്ല ഇതിനകത്ത്. പിരിക്കാനിത് രുദത്യ ഉച്ചൈർ ദൈതാഘ്രി പങ്കജം സിഞ്ചന്ത്യ അസ്രൈ കുജ കുങ്കുമാരുണൈഃ വിസ്രസ്ത കേശാഭരണാശുചം നൃണാം സൃജന്ത്യ ആക്രന്ദനയ വിലേപിരെ. അഹോ വിധാത്രാകരുണേന ന പ്രഭോ ഭവാൻ പ്രണീതോ ദൃഗഗോചരാം ദശാം ഉശീനരാണാമസി വൃത്തിദഃ പുരാ കൃതോധുന യേന ശുചാം വിവർധന. അതിനകത്തും പ്രത്യേകിച്ചൊന്നുമില്ല. ഉശീനരാണാം അസി വൃത്തിദഃ പുരാ. ഉശീനരാണാം അസി, അത്രയേ ഉള്ളൂ, വേറെ പിരിക്കാനൊന്നുമില്ലേ. അല്ലയോ പ്രഭോ, ഈ കരുണയില്ലാത്ത ബ്രഹ്മദേവൻ്റെ പ്രവൃത്തി മഹാകഷ്ടം തന്നെ. എന്താ, ഞങ്ങളുടെ ദൃഷ്ടികൾക്ക് ഒട്ടും ഇതല്ലാത്ത, ഞങ്ങൾ ഓർത്തിട്ട് പോലും ഇല്ലാത്ത ഇങ്ങനെയൊരവസ്ഥയെ ഭഗവാനെ പ്രാപിപ്പിച്ചുവല്ലോ. അതായത് ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചുവല്ലോ എന്ന് ബ്രഹ്മാവിനെ ഭരിക്കുക. യാതൊരുവൻ അങ്ങയെ ഉശീനര രാജ്യവാസികൾ ഉപജീവനം നൽകാനായി നിശ്ചയിച്ചുവോ. ഞങ്ങളുടെയൊക്കെ ഉപജീവനം നൽകുന്ന ഈ രാജാവായിരുന്നു. ആ ബ്രഹ്മാവ് തന്നെ ഇപ്പോൾ അവർക്ക് ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഈ കാര്യത്തെ ചെയ്യിപ്പിച്ചത് ഒട്ടും തന്നെ ശരിയല്ല. ആ ബ്രഹ്മാവ് കരുണയില്ലാത്തവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക സ്ത്രീകൾ. ത്വയാ കൃതജ്ഞേന വയം മഹീപതേ കഥം വിനാസ്യാമ സുഹൃത്തമേന തേ തത്രാനുയാനാം തവ വീരപാദയോ ശുശ്രൂഷതീനാം ദിശ എത്ര യാസ്യസി. ത്വയാ കൃതജ്ഞേന വയം മഹീപതേ കഥം വിനാസ്യാമ സുഹൃത്തമേന തേ തത്രാനുയാനാം തവ വീരപാദയോ ശുശ്രൂഷതീനാം ദിശ എത്ര യാസ്യസി. മഹീപതി, അല്ലയോ രാജാവേ, ചെയ്തതിനെ അറിയുന്നവനും സുഹൃത്തമേന പരമസുഹൃത്തുമായ ത്വയാവിന അങ്ങയോട് കൂടാതെ വയം എന്ന് പറഞ്ഞാൽ ഇന്നാളും പറഞ്ഞു ഞങ്ങൾ കഥം സ്യാമി എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞു തരുമോ. അല്ലേ ശൂര, എത്ര ത്വം യാസസി ഏത് ദിക്കിലങ്ങ് പോകുന്നുവോ, തേ പാതയോ അങ്ങയുടെ പാദങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ അനുഗമനത്തെ നൽകിയാലും, എന്നുവെച്ചാൽ അങ്ങയുടെ കൂടെ പോരാൻ ഞങ്ങളെ അനുവദിച്ചാലും. ഏവം വിലപതീനാം വൈപരിഗൃഹ്യ മൃതം പതിം അനിച്ഛതീനാം നിർഹാരം അർക്കോസ്തം സന്യവർത്തത. അർക്കോ അസ്തം, അർക്കഹ അസ്തം, ആ പ്രശ്ലേഷോടെ കണ്ട ആയ അവിടെ അസ്തം, അസ്താചലത്തെ. മരിച്ചു കിടക്കുന്ന ഭർത്ത ശരീരത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറയുക. ഭാര്യമാരെ ശവസംസ്കാരം ചെയ്യാൻ അനുവദിക്കാതെ ഇരിക്കുന്ന സമയത്ത് സൂര്യനും ഇവരുടെ ദുഃഖാധിക്യം കാണാൻ കഴിയാത്തവനായി എന്ന് തോന്നുമാർ അസ്തമിച്ചു. എന്നുവെച്ചാൽ ഇരുട്ടി. അത് അലങ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നിർഹാരം അർക്കോ അസ്തം സന്യവർത്തത, അർക്കനും പോയി മറഞ്ഞു. തത്ര ഹേ പ്രേതബന്ധൂനാം ആശ്രിത്യ പരിദേവിതം ആഹതാൻ ബാലകോ ഭൂത്വാ യമസ്വയം ഉപാഗതഃ. തത്ര ഹേ പ്രേതബന്ധൂനാം, അവിടെ നിർത്തുക. പിന്നെ ആശ്രിത്യ പരിദേവിതം ആഹാ താൻ ബാലകോ ഭൂത്വാ, ആഹ പറഞ്ഞു എന്നാ, ബാലകോ ഭൂത്വാ യമ സ്വയം ഉപാഗത. ബന്ധുക്കളെ മരിച്ചു കിടക്കുന്നയാളുടെ ബന്ധുക്കളെ പരിദേവിതം വിലാപത്തെ ആശ്രിത്യ കേട്ടിട്ട് ബാലകഃ ഭൂത്വ ബാലകനായി ഭവിച്ചിട്ട് അവിടെ ഉപാഗത യമൻ സ്വയം യമഹ സാക്ഷാൽ യമൻ അവരോട് ആഹ പറഞ്ഞു. യമ ഉവാച അഹോ അമീഷാം വയസാധികാനാം വിപശ്യതാം ലോകവിധിം വിമോഹഃ യത്ര ആഗതസ്തത്ര ഗതം മനുഷ്യം സ്വയം സധർമ്മ അഭിശോചന്ത്യപാർത്ഥം. അഹോ അമീഷാം വയസാധികാനാം, ആ ലോകസമ്പ്രദായത്തെ വിപശ്യത വിശേഷമായി കണ്ടുകൊണ്ടിരിക്കുന്നവരും വയസ്സ് അധികരിച്ചിരിക്കുന്നവരുമായ അമീഷാം ഇവരുടെ വിമോഹം അറിവില്ലായ്മയെ, വിമോഹം എന്ന് പറഞ്ഞാൽ മോഹിച്ചിരിക്കുന്നവർ, ബോധമില്ലാതെ ഇരിക്കുന്നവർ, അറിവില്ലാതെ ഇരിക്കുന്നവർ. അഹോ അത്യാശ്ചര്യം, എത്ര ആഗത എവിടെ നിന്ന് വന്നുവോ തത്രഗതം അവിടേക്ക് പോയിരിക്കുന്ന, എവിടെ നിന്നോ വന്ന ആൾ അവിടേക്ക് പോയിരിക്കുന്നതിനെക്കുറിച്ച് എന്തിനാണ് മനുഷ്യൻ
മനുഷ്യനെ സ്വയം സധർമാഹ തങ്ങളും സമാന ധർമ്മത്തോടു കൂടിയവരായിരുന്നിട്ടും കൂടി അപാർത്ഥം പ്രയോജനമില്ലാത്ത വിധത്തിൽ എന്തിനാണ് ശോചിക്കുന്നത്? വന്നിടത്തോട്ട് പോയ ആളിനെക്കുറിച്ച് എന്തിനാണ് വ്യസനിക്കുന്നത്? അഹോ വയം ധന്യതമായ തത്ര ത്യക്ത പിതൃഭ്യാം ന വിചിന്തയാമ അഭക്ഷ്യമാണ അബലാവൃഗാദിഭി സരക്ഷിത രക്ഷതിയോ ഹി ഗർഭേ. ഞങ്ങളൊക്കെ ബലഹീനന്മാരാണെങ്കിലും ഇവരെ നോക്കുമ്പോൾ വളരെയധികം ധന്യന്മാർ തന്നെ, നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കാൻ അധികാരികളായ മാതാപിതാക്കന്മാർ ഈ സംസാര വനത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിലും ആര് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള വിചാരം ഞങ്ങൾക്കില്ല. ചെന്നായ്ക്കൾ മുതലായ ദുഷ്ട ജന്തുക്കൾ പിടിച്ച് ഭക്ഷിച്ചിട്ടുമില്ല. ഞങ്ങളിതാ ഈ കാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഗർഭത്തിലിരിക്കുന്ന സമയം യാതൊരുവൻ രക്ഷിച്ചുവോ അവൻ തന്നെ എല്ലാ ദിക്കിലും രക്ഷിക്കും. നമ്മളെ ഗർഭത്തിലിരുന്നപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു രക്ഷ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? നമ്മളാരെങ്കിലും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ നമ്മൾ പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ടോ? അതവിടെ ഇരിക്കുക. അതിനെ ആരോ സംരക്ഷിച്ചുകൊണ്ടാണ് പ്രസവിക്കാൻ ഇടയായത്. സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് അലസിപ്പോയി അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ അതിനെ രക്ഷിച്ച് വെച്ചിട്ടാണല്ലോ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അന്ന് രക്ഷിച്ച ആൾ തന്നെ വീണ്ടും ജനിക്കുമ്പോഴും രക്ഷിച്ചോളും. കാരണം നമ്മൾ വന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. ആ വന്നിടത്തേക്ക് തന്നെ നമ്മൾ പോകുന്നത് അതറിയാം നമുക്ക്. വന്നിട്ടുമില്ല, പോവുകയും ചെയ്യും. വരും, പോകും, അതുറപ്പാണ്. വന്നിട്ടുണ്ടോ, പോയിരിക്കും. അതായത് ജനിച്ചിട്ടുണ്ടോ, മരിച്ചുപോയിരിക്കും, അതുറപ്പാണ്. അതിങ്ങനെ തത്വങ്ങൾ പറയുന്നതേ ഉള്ളേ. യ ഇച്ഛയേശ സൃജതീതാപം യേശ സൃജതീതം അവ്യയോ യേവ രക്ഷത്യവലുംപതേയഃ തസ്യാബല ക്രീഡനമാഹുരീശിതുഹു എന്നവിടെ ആക്കിക്കൊള്ളുക. പിന്നെ ശ വെട്ടിയിട്ട് ചരാചരം നിഗ്രഹ സംഗ്രഹേ പ്രഭു അപക്ഷയരഹിതനായ ഈശ യാതൊരു ഈശ്വരൻ ഇച്ഛ കൊണ്ട് മാത്രം ഇതിനെ സൃഷ്ടിക്കുന്നു. യാതൊരുവൻ തന്നെ അവൻ തന്നെ രക്ഷിക്കുന്നു. യാതൊരുവൻ തന്നെ അവൻ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അല്ലയോ അബലകളെ, ഭാര്യമാരോട് പറയാം. ഈശിതു തസ്യ ഈശ്വരനായ അവൻ്റെ ക്രീഡനം, കളിക്കോപ്പാണ് ഈ ചരാചരം മുഴുവനും. ചരിക്കുന്നതായിട്ടും ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള വസ്തുക്കൾ അവൻ്റെ കളിക്കാനുള്ള കളിക്കോപ്പുകളാണ്. നിഗ്രഹ സംഗ്രഹ ശിക്ഷിക്കാനും രക്ഷിക്കാനും പ്രഭു അവൻ അധികാരിയാണ്. അവൻ്റെ അപ്പുറം നമുക്ക് കടന്ന് ചിന്തിക്കാനും നമുക്ക് കടന്ന് ചെയ്യാനും സാധ്യമല്ല. ആ ഭഗവാന്റെ ഇഷ്ടം, ആ ഭഗവാന്റെ ലീല എങ്ങനെയോ അതിനെ നിന്നു കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ കളിക്കോപ്പിൻ്റെ എങ്ങനെയാണോ നിർമ്മിച്ചിരിക്കുന്ന ആ കളിക്കോപ്പിൻ്റെ രീതി അനുസരിച്ച് അതിനെ ചലിപ്പിക്കുകയും അതിനെ ചലിപ്പിക്കാതിരിക്കുകയും ചെയ്യും വേണമെങ്കിൽ. അത് ആ ഭഗവാന്റെ ഇച്ഛയാണ്. പതിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ് വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനെ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി ജീവത്യനാധി ജീവതി അനാഥ അപി ജീവത്യനാഥ അപി ജീവത്യനാഥോപി. മൂന്നാമത്തെ ലൈൻ. ബാക്കിയൊന്നിനകത്തും തിരുത്തൊന്നുമില്ല. നിങ്ങൾക്ക് തിരുത്താൻ അവിടെ ഒന്നുമില്ല, പക്ഷെ വായിക്കുമ്പോൾ ആക്കണം. ജീവതി അനാഥോ അപി എന്നാണ്. ജീവത്യനാഥോ, അത്യായുടെ മുകളിൽ ഒരു എഴുതണം. ജീവത്യനാഥോ അല്ല, ജീവതി അനാഥോ. അത്രയേ ഉള്ളൂ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വേറെ ഒന്നുമില്ല. അതും ഒരു ഒരു ഉപദേശമായിട്ട് പറയുന്ന നമ്മൾ ഈ ലോകത്തിൽ കാണപ്പെടുന്ന സർവ്വകാര്യങ്ങളും ഈശ്വരാധീനങ്ങളാണ്. അതിന് പ്രത്യേകമായിട്ട് ഒന്നും നമുക്ക് ചെയ്യാനില്ല. അത് നടക്കുന്നത് പോലെ ഇല്ലായ്മ ഉണ്ടായാൽ അത് ഇല്ലാതെയാകും. അത് വേറൊരെണ്ണം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ ഇത് ഉണ്ടാകുകയും ചെയ്യും. അല്ലാതെ നമുക്കതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യരായിട്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ നമ്മളെക്കൊണ്ട് ഉപകരണമാക്കി നമ്മളെക്കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. ഭൂതാനി തൈസ്തൈർ നിജയോനി കർമ്മഭിർഭവന്തി കാലേ ന ഭവന്തി സർവശ ന തത്ര ആത്മാ പ്രകൃതാവപി സ്ഥിതഃ. പിന്നെ തസ്യാ ഗുണൈരന്യതമോ നിബധ്യത്തെ. ഇതൊക്കെ
ആരുടെ വായിൽ നിന്ന് വരുന്ന? ഹിരണ്യകശിപുവിൻ്റെ വായിൽ നിന്ന് വരുന്ന. ഹിരണ്യാക്ഷൻ മരിച്ചപ്പോൾ കിടക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടാണ്. പക്ഷേ അമ്മയോടും അദ്ദേഹത്തിൻ്റെ മക്കളോടും ഭാര്യമാരോടും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ അതിനകത്ത് ഉദാഹരണമായിട്ട് ഉശീനരൻ്റെ എന്ന രാജാവിൻ്റെ കാര്യവും പറയുക. ഉശീനരം എന്ന് പറഞ്ഞ രാജ്യത്തെ രാജാവിൻ്റെ കാര്യവും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ആ കാര്യങ്ങളിങ്ങനെ പറയുക അവരോട് പറഞ്ഞെന്നൊക്കെ. ഭൂതാനി തൈസ്തൈർനിജ യോനി കർമ്മഭിർഭവന്തി കാലേന ഭവന്തി സർവശഃ. ഭൂതങ്ങൾ നിജ യോനി കർമ്മഭി ഉത്പത്തി കാരണങ്ങളായ അതത് കർമ്മത്താൽ ഓരോ കാലത്ത് ഉണ്ടാകുന്നു. ഉൽപ്പത്തി എന്നുവെച്ചാൽ ഉണ്ടാകേണ്ട കാലത്ത് അവയുണ്ടാകുന്നു. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന, പക്ഷേ അത് അതിൻ്റെ സമയമാകുമ്പോഴാണ് അവിടെ ജനിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളും ഉണ്ടാകും. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് അങ്ങനെയല്ലേ. എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഭഗവാൻ എങ്ങനെ ചിന്തിച്ചെന്ന്, അത് ഓരോ കാലത്തിന് വെച്ചിരിക്കുന്ന, ഓരോ കാലത്തേക്കായിട്ട് ഭഗവാനെല്ലാം തീർപ്പ് കൽപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ ആ സമയത്തുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഭഗവാനെല്ലാം കൊടുക്കും. നമ്മൾ പറയും എല്ലാം കൂടെ ഒന്നുമില്ല, എല്ലാവരും കൂടി ഇല്ലാതാകുകയെന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു ആളിൻ്റെ രക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമോ രണ്ട് കാര്യമോ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അപ്പം നമ്മളെല്ലാം കൂടെ നമുക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരാറില്ല. ഭഗവാൻ അതിനകത്തൊക്കെ ഒരു കളി കളിക്കുന്നുണ്ട് അല്ലേ. പല ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഇതൊക്കെ. അത് ഭഗവാന്റെ ഒരു കൂട്ടിപ്പിടിപ്പിലാണ്. എങ്ങനെയാണ് അതും ഇതും എല്ലാം കൂടെ ഒപ്പിച്ച് കൊണ്ടുപോകല്. അതാണ് ഓരോ കാലത്ത് അത് ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഒരു കാലത്ത് ഉണ്ടാക്കുന്നത് മറ്റൊരു കാലത്ത് നശിക്കും. എല്ലാ യോനികളിലും തത്രഹ പ്രകൃതോ ആ പ്രകൃതി കാര്യമായ ശരീരത്തിൽ ഒന്നിലും സ്ഥിത അഭി ആത്മാ സ്ഥിതനാണെങ്കിലും ആത്മാവ് അന്യതമ വേറിട്ടവനായിട്ട് അതിൻ്റെ പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഈ ആത്മാവെന്ന് പറയുന്നത് മാത്രം ബന്ധിക്കപ്പെടുന്നില്ല, ശരീരങ്ങളെ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതം ശരീരം പുരുഷസ്യ മോഹജം യഥാ പൃഥക് ഭൗതികമീയതേ ഗൃഹം യഥാ ഉദകൈ പാർത്ഥിവ തൈജസൈർജന കാലേന ജാതോ വികൃതോ വിനശ്യതി. വലിയൊരു പ്രധാനപ്പെട്ടൊരു ശ്ലോകമാകട്ടോ. ഇതം ശരീരം പുരുഷസ്യ മോഹജം യഥാ പൃഥക് ഭൗതികമീയതേ ഗൃഹം യഥാ ഉദകൈ പാർത്ഥിവ തൈജസൈർജന കാലേന ജാതോ വികൃതോ വിനശ്യതി. ഇതം ശരീരം ഈ ശരീരം പുരുഷൻ്റെ മോഹത്തിൽ നിന്നുണ്ടായതാണ്, മായയിൽ നിന്നുണ്ടായതാണ്. ഭൗതികം ഗൃഹം ഭൗതങ്ങളെ ഉണ്ടാക്കിയ ഈ ഭവനം, പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഈ ഭവനം യഥാപൃഥകീയതേ ഭിന്നമായിരിക്കുന്നത് പോലെ ഔദകൈ ഓദകം എന്ന് പറഞ്ഞ ഔദകൈ ജലസംബന്ധികളായ അണുക്കളാലും പാർത്ഥിവ തൈജസൈ പൃഥ്വി ഭൂമിയെയും അഗ്നിയെയും അതാണല്ലോ പഞ്ചഭൂതങ്ങൾ, അഗ്നിയെയും സംബന്ധിച്ച അണുക്കളാലും ജാതഃ യഥാ ഉണ്ടായതെന്ന പോലെ ഈ പ്രാണിവർഗവും വികാരരൂപേണ പരിണമിച്ചിട്ട് കാലം കൊണ്ട് അത് ഒന്നിൽ നിന്നൊന്നായി മാറിയിട്ട് അത് ഇല്ലാതാകുന്നു, പൂർണ്ണമായിട്ട് നശിക്കുന്നു. യഥാനലോ ദാരുഷു ഭിന്നയീയതേ യഥാനിലോ ദേഹഗത പൃഥക് സ്ഥിതഃ യഥാ നഭഃ സർവഗതം സജ്ജതേ തഥാ പുമാൻ സർവഗുണാശ്രയഃ പര. അനിലഃ യഥാ അനലോ അഗ്നി വിറകുകളിൽ വേറിട്ടതായിട്ട് യഥായ്യത എപ്രകാരം കാണപ്പെടുന്നു. വിറകിനകത്ത് അഗ്നി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആ വിറക് അഗ്നിയുടെ അടുത്ത് കൊണ്ട് വെച്ചാൽ ആ വിറകിലും അഗ്നി പടരും. അപ്പോൾ ആ വിറകിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണോ, ഇല്ലെന്നാണെങ്കിലും ഉണ്ടെന്നാണെങ്കിലും വിറക് കത്തും, ഉറപ്പാത്. ഉണങ്ങിയ വിറക് അഗ്നി കൂടെ ചേർന്നാൽ അത് കത്തും. അപ്പോൾ വിറകിനകത്ത് അഗ്നി ഉണ്ടായതുകൊണ്ടാണോ കത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. പക്ഷേ അഗ്നി വേറെ ഒന്നാണ്, വിറക് വേറെ ഒന്നാണ്. എന്നാലും അത് ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് കത്തിത്തീരുന്നു. യഥാ അനിലോ ദേഹഗത പൃഥക് സ്ഥിതഃ ദേഹത്തിലിരിക്കുന്ന ആ വായു എപ്രകാരം ഭിന്നനായിരിക്കുന്നു, വേറെ ആയിരിക്കുന്നു. എല്ലായിടത്തും വ്യാപിച്ചിരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വായു ഇല്ലാതായിപ്പോയാൽ ചുറ്റുമുള്ള വായു കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ആകാശം യഥാന സജ്ജത എങ്ങനെ ചേരുന്നില്ലയോ. സ്ഥലം, ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്ന ആകാശമല്ല കേട്ടോ, സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളിരിക്കുന്ന സ്ഥലം അത് ചേരുന്നില്ലയോ
അതവിടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ എഴുന്നേൽക്കുമ്പോഴും അവിടെയുണ്ട്, നമ്മൾ ഇരിക്കുമ്പോഴും അവിടെയുണ്ട് ആ സ്ഥലം. നമ്മൾ ആ സ്ഥലം ഇരിക്കാൻ ഉപയോഗിച്ചു അല്ലേ, അത്രയേ ഉള്ളൂ. സർവഗുണാശ്രയ, സർവഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ആ മഹാപുരുഷൻ ആത്മാവ് അപ്രകാരം ഭിന്നനാണ്. എപ്രകാരം ഇത് ഭിന്നമാണോ അതുപോലെ തന്നെ ഭഗവാനും ഭിന്നനാണ്, അല്ലെങ്കിൽ ആത്മാവും ഭിന്നനാണ്. സുയജ്ഞോ നന്വയം സേതേ മൂഢായം അനുശോചത. അത് യമൻ ഈ സുയജ്ഞൻ്റെ ഭാര്യമാരോട് പറയുന്നതാണ്. സുയജ്ഞോ നന്വയം സേതേ മൂഢായം യമനുശോചതേ യമനുശോചതേ യ ശ്രോത യോനുവക്തേഹ സന ദൃശ്യേത കരിഹിച്ചിത്. ശാസ്ത്ര അത് സുയജ്ഞ, അയം സുയജ്ഞ, ശേതേ നന്വയം ശേതേ നനു അയം എന്നാണ് അത് വാക്കുകൾ പറയുമ്പോൾ. ശേതേ നനു അയം, ശേതേ നന്വയം എന്ന് പറഞ്ഞാൽ ശേതേ നന്വയം ശേതേ. അനുവക്ത അനുസരിക്കുന്നവൻ യാതൊരുവനോ അവൻ കരിഹിച്ചിത് ഒരു കാലത്തും ന ദൃശ്യതയെ കാണപ്പെടുന്നില്ല, ഒരിക്കലും ഇതിനെ കാണുന്നില്ല. സുയജ്ഞോ നന്വയം ശേതേ മൂഢായ മനുശോചത. ദുഃഖിക്കുന്നുവോ? മൂഢകളെ യം അനുശോചത, നിങ്ങൾ യാതൊരുവനെക്കുറിച്ച് ദുഃഖിക്കുന്നു അനുശോചിക്കുന്നുവോ? അയം സുയജ്ഞ, ഈ സുയജ്ഞൻ കിടക്കുന്നുവല്ലോ. ഇതിൽ കേൾക്കുന്നവൻ യാതൊരുവനാണോ? അനുവക്ത അനുസരിച്ച് പറയുന്നവൻ യാതൊരുവനാണോ? അവൻ ഒരു കാലത്തും കാണപ്പെടുന്നില്ല. ഈ പറയുന്നവനെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് ഈ മഹാപുരുഷനെ നമുക്കൊരിക്കലും കാണാൻ പറ്റുന്നില്ല. അതൊക്കെ കട്ടിയായ പിന്നെ വേദാന്തങ്ങളാണ് കേട്ടോ. ശ്രോത നാനുവക്തായം മുഖ്യോപ്യത്ര മഹാനസോ യസ്ത്വിഹേന്ദ്രിയവാൻ ആത്മാ സചാസ്യ പ്രാണദേഹയോ. ശ്രോത നാനുവക്തായം മുഖ്യോപ്യത്ര മഹാനസോ യസ്ത്വിഹേന്ദ്രിയവാൻ ആത്മാ യസ്തു ഇഹ ഇന്ദ്രിയവാൻ ആത്മാ എന്നാണ് ആ വാക്ക്. യസ്തു ഇഹ ഇന്ദ്രിയവാൻ ആത്മാ സ ചാന്യ പ്രാണദേഹയോ. പ്രാണങ്ങളിൽ നിന്ന് അന്യനാണ്. മുഖനാസികാദ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണനാണ് കേട്ടിരിക്കുന്നവനും സംസാരിക്കുന്നവനും ചെയ്തവനും. അവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ദ്രിയങ്ങൾക്ക് ഇതൊന്നും കാണാൻ സാധിക്കുകയില്ല. അതാണ് ഇതിൻ്റെ കാര്യം. ഇതിൽ ശ്രേഷ്ഠനും മഹാനുമായ പ്രാണനും കേൾക്കുന്നവനും അനുവക്ത അനുസരിക്കുന്നവനും അല്ല. ഇതിൽ ഇന്ദ്രിയങ്ങളോട് കൂടിയ ആത്മാവ് യാതൊരുവനോ അവൻ ആത്മാവ് യാതൊരുവനാണോ അവൻ പ്രാണദേഹങ്ങളിൽ നിന്ന് അന്യനാകുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വേദാന്തമാണ്. ആരാ പറയുന്നത് യമനാണ് സുയജ്ഞൻ്റെ പത്നിമാരോട് പറഞ്ഞു എന്ന് അത് പറഞ്ഞു കൊടുക്കുന്ന ആരോടാണ്? ഒത്തിരി ഇതിനകത്ത് തിരിവ് വരുന്നുണ്ട് കേട്ടോ. ഹിരണ്യാക്ഷൻ്റെ ഭാര്യയോടും തൻ്റെ അമ്മയായ ഹിരണ്യകശിപുവിൻ്റെ അമ്മയോടും അവരുടെ മക്കളോടുമൊക്കെ ആയിട്ട് പറയുന്ന ഇങ്ങനെയൊരു കഥയുണ്ട്, സുയജ്ഞൻ്റെ കഥ എന്നും പറഞ്ഞുകൊണ്ട് സുയജ്ഞൻ്റെ ആ കഥകൾ ഇങ്ങനെ പറയുക. അപ്പം യമൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഈ കഥകൾ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ഓർത്തോണം. ഹരി ഓം.